പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനജ്വാല ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഒരു നല്ല ദിവസം ഇന്ന് അച്ഛൻ ആശംസിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്ക എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. കൗശലക്കാരനായ ഭൃത്യൻ്റെ കൗശലപൂർണമായ തീരുമാനം നമ്മൾ ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ മനസ്സിലേക്കൊരു വൈറലായൊരു വീഡിയോ ആണ് കടന്നു വരുന്നത്. കൊച്ചു വീഡിയോ ആണ്. അമ്മ മകനോട് ചോദിക്കുന്നു, എടാ നിനക്ക് എന്നെയാണോ അപ്പച്ചനെയാണോ അല്ലെങ്കിൽ ഡാഡിയാണോ ഇഷ്ടമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് ഡാഡി ഇഷ്ടമെന്ന് പറഞ്ഞു. വീണ്ടും ആ അമ്മ പറഞ്ഞു, നിനക്ക് ഡാഡിയാണോ പൊറോട്ടയാണോ ഇഷ്ടമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, പൊറോട്ടയാണെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, തീരുമാനങ്ങൾ മാറ്റം നോക്ക്. വെള്ളവായിൽ കള്ളമില്ല. ആ കൊച്ച് അമ്മനെ ഇടയ്ക്ക് പിടിച്ച് അമ്മേൻ്റെ ഇടയ്ക്ക് തല്ലുകയൊക്കെ ചെയ്യും. അപ്പം തല്ലത്തില്ല. അതുകൊണ്ട് അപ്പനെ ഇഷ്ടമെന്ന് പറഞ്ഞു. പിന്നെ അപ്പൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊണ്ട് തരും. അതുകൊണ്ട് അപ്പനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. വീണ്ടും അപ്പനും പൊറോട്ടയും ഒരു ചോയ്സ് വന്നപ്പോൾ അവന് കഴിക്കാൻ കിട്ടുന്ന പൊറോട്ടയാണല്ലോ, അതിഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ പറയാൻ കാര്യം, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്നത് നമ്മുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. ആ കൗശലക്കാരനായ ഭൃത്യൻ അവൻ കൗശല്യം എടുത്തു. അവൻ്റെ കൗശല്യപൂർവമായ തീരുമാനം, അത് നെഗറ്റീവാണും പോസിറ്റീവ് ആണെങ്കിലും ആ ജീവിതത്തെ രൂപപ്പെടുത്തിയില്ലേ. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ജീവിതം ഇതുപോലെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നേറുന്ന ഒരു ജീവിതമാകണം. ദൈവത്തോടൊപ്പമുള്ള ഒരു തീരുമാനമാകാൻ നമുക്ക് സാധിക്കണം. പത്രോസിൻ്റെയും യൂദാസിൻ്റെയും ജീവിതം എടുത്ത് നോക്കിയേ. പത്രോസ് തള്ളിപ്പറഞ്ഞു, യൂദാസ് ഒറ്റിക്കൊടുത്തു. പക്ഷേ പത്രോസ് താൻ ചെയ്ത ആ പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിച്ചു, കരഞ്ഞു, തീരുമാനമെടുത്തു, തിരിച്ചു വന്നു. അതാണ് പ്രാധാന്യം. ആ തിരിച്ചു വരുമ്പോഴുള്ള തീരുമാനമാണ് പത്രോസിനെ പത്രോസാക്കിയത്. പ്രിയമുള്ളവരെ, തീരുമാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിലേക്ക് 2 കപ്പൂച്ചൻ സഹോദരന്മാർ ജീവിതം ഓർക്കുന്നു. വാഴ്ത്തപ്പെട്ട അഗത്തലാഞ്ചലോ ആൻഡ് കാസിയൻ. ഈ 2 വിശുദ്ധന്മാർ ജീവിതത്തിൽ, ഈ 2 വാഴ്ത്തപ്പെട്ട ജീവിതത്തിൽ രസകരമായ സംഭവമുണ്ട്. മതമർദ്ദനത്തിന് അല്ലേ വേണ്ട, ഇവർ പീഡിപ്പിക്കപ്പെടാൻ പോവുക, ഇവരെ തൂക്കിലേറ്റാൻ പോവുക, ആരാചാര്യർ കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് ഈ 2 കപ്പൂച്ചൻ സന്യാസിമാർ പറയുന്നുണ്ട്, നിങ്ങൾ തീരുമാനം മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം, തീരുമാനങ്ങളുടെ ഒരു കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. എന്നേറെ ഇഷ്ടപ്പെട്ടത് അപ്പുറമായിട്ടും എനിക്ക് ആ സന്യാസിമാരുടെ ധൈര്യവും ജീവിതത്തെ എത്ര ലാഘവത്തോടെ കാണുന്നു, ദൈവത്തിനു വേണ്ടി ജീവിക്കാനുള്ള തീരുമാനം എത്ര ശക്തമാണെന്നറിയുന്നത് തമാശ പോലെ തോന്നുമെങ്കിലും ഈ ആരാചാര്യരും ഇവർ 2 പേരും കൂടി പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഇവർ തൂക്കാനുള്ള കയറില്ല. ഉടനെ ഈ 2 സഹോദരന്മാർ പറഞ്ഞു, ഞങ്ങളുടെ കപ്പൂച്ചൻ ലോഹയുടെ ഭാഗമായ ഈ ചരട് എടുത്തോ, ഞങ്ങൾ തൂക്കാമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, രസകരമായ ഒരു സംഭവം പറയാമെങ്കിലും നോക്ക്, അവരെടുത്ത തീരുമാനം ഉചിതമായ തീരുമാനം, ദൈവത്തോടൊപ്പമുള്ള തീരുമാനം. ആ വിശ്വാസ തീരുമാനത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ലോകത്തിൻ്റേതായ പലതും നമ്മെ മാടി വിളിക്കുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾക്ക് നമ്മുടെ ബോധ്യത്തിൽ, ദൈവിക ബോധ്യത്തിൽ അടിയുറച്ച് രൂപപ്പെട്ട തീരുമാനം മാറ്റുവാൻ പ്രലോഭനങ്ങൾ വരുമ്പോൾ ഓർക്കുക പ്രിയമുള്ളവരെ, ദൈവികമായ
തീരുമാനത്തിൽ മുന്നേറുമ്പോൾ നിനക്ക് വില കൊടുക്കേണ്ടി വരുമെങ്കിലും അത് നിന്നെ ഉന്നതമായ ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്ക് ഉയർത്തും. എങ്കിൽ തീരുമാനങ്ങൾ ജീവിതത്തെ രൂപപ്പെടുത്തുമെങ്കിൽ ഈശോടൊപ്പം ഈശോയ്ക്ക് വേണ്ടി തീരുമാനമെടുത്ത് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യാമറിയം നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. അച്ഛൻ ഈശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം അച്ഛൻ എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.